So hello guys, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതായത് ക്രിയേറ്റേഴ്സിന് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗിൽ വാങ്ങാൻ സാധിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ലാവലിയർ മൈക്രോഫോണായ മോവാനോയുടെ AU 100 എന്ന് പറയുന്ന ലാവലിയർ മൈക്രോഫോണിൻ്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗും ഒപ്പം തന്നെ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ മൊവാനോ AU 100 എന്ന് പറയുന്ന ലാവലിയർ മൈക്രോഫോൺ വരുന്നത്. സോ ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മുടെ മൈക്രോഫോണിൻ്റെ ഒരു ഇമേജ് കാണാൻ സാധിക്കും. മുകളിലായിട്ട് മൊവാനോ എന്ന ബ്രാൻഡിങ്ങും താഴെയായിട്ട് AU 100 എന്നും ഒപ്പം തന്നെ ലാവലിയർ മൈക്രോഫോൺ എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ മൈക്രോഫോൺ ഏതൊക്കെ പർപ്പസസിന് നമുക്ക് യൂസ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്മാർട്ട് ഫോൺ, ക്യാംകോഡർ, PC, DSLR എന്നിവയൊക്കെ ആയിട്ടും ഇത് കമ്പാറ്റബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എനിവേ എന്തായാലും നമുക്ക് മൈക്രോഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് യൂസർ മാനുവലാണ് ലഭിക്കുന്നത്. പിന്നീട് ഒരു കാർഡ് ലഭിക്കുന്നുണ്ട്. അതിൽ അവരുടെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒബ്വിയസ്ലി നമ്മുടെ മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 3.5mm to 6.5mm ഒരു കൺവേർട്ടർ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മെറ്റാലിക് കോളർ ക്ലിപ്പ് ലഭിക്കുന്നുണ്ട്. 2 വിൻഡ് സ്ക്രീൻ ക്യാപ്പ് ലഭിക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ബാറ്ററി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ക്യാരി പൗച്ചും ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ബോക്സ് കണ്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ മൈക്രോഫോണിലേക്ക് വരുവാണെങ്കിൽ 6 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന വളരെയധികം ലെങ്തി ആയിട്ടുള്ളൊരു വയറാണ് നമുക്ക് ഈ ഒരു മൈക്രോഫോണിനൊപ്പം ലഭിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിലും വളരെ നല്ലതാണ്. ഇനി ഒരു വയർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കേബിൾ ഓർഗനൈസേഴ്സ് നമുക്ക് ഈ ഒരു മൈക്രോഫോണിനൊപ്പം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കേബിൾ ഈ ഒരു കേബിൾ ഓർഗനൈസേഴ്സ് വെച്ച് ടൈ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. സോ അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇനി ഈ ഒരു വയറിൻ്റെ മറ്റേ എൻഡിൽ നോക്കുവാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് നമ്മുടെ മൈക്രോഫോൺ സ്മാർട്ട് ഫോണിലേക്കോ DSLR ക്യാമറയിലേക്കോ ലാപ്ടോപ്പിലേക്കോ PCയിലേക്കോ ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോഫോൺ ഇരിക്കുന്ന മൈക്രോഫോൺ ക്യാപ്സ്യൂളും ഒപ്പം തന്നെ നമ്മുടെ ബാറ്ററി ഇടുന്ന ബാറ്ററി മൊഡ്യൂളും ഒക്കെ മെറ്റാലിക് ബിൽഡിലാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ ഒരു മൈക്രോഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒപ്പം തന്നെ ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ എന്തായാലും നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് സാധാരണ സംസാരിക്കുന്നതിനെക്കാട്ടിയും വളരെയധികം ലൗഡായിട്ടാണ്. ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ആണെന്നും അതുപോലെ തന്നെ ആംബിയന്റ് നോയ്സ് ഓഡിയോയിൽ എത്രത്തോളം കയറി വരുന്നുണ്ടെന്നും. ഇനി എന്തായാലും നമുക്ക് മൊവാനോയുടെ AU 100 എന്ന ലാവലിയർ മൈക്രോഫോണിലേക്ക് ഓഡിയോ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൊവാനോയുടെ AU 100 എന്ന് പറയുന്ന ലാവലിയർ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. സോ മൈക്രോഫോൺ ഞാൻ എൻ്റെ ഷർട്ടിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. സോ ഓഡിയോ ക്വാളിറ്റിയിൽ എന്തുമാത്രം ഡിഫറൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ എൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൊവാനോയുടെ AU 100 എന്ന് പറയുന്ന ലാവലിയർ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. ഇനി നിങ്ങൾ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ ഒരു മൈക്രോഫോണിൻ്റെ ബാറ്ററി മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനുള്ളിലായിട്ട് നമുക്കൊരു ബാറ്ററിയും കാണാൻ സാധിക്കും. ഈ ബാറ്ററി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ ഒരു ഡെസ്ക്ടോപ്പ് PC ആയിട്ടോ അല്ലെങ്കിൽ ഒരു DSLR ക്യാമറ ആയിട്ടോ ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങളുടെ ബാറ്ററി തീർന്നു പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇൻബോക്സ് ആയിട്ട് തന്നെ ഒരു ബാറ്ററി കൂടി ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മൈക്രോഫോണിൻ്റെ ആ ഒരു ബാറ്ററി മൊഡ്യൂളിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. ഈ സ്വിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് ഒരു DSLR ക്യാമറയിലോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് PCയിലോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്വിച്ച് ഓൺ ആക്കി വയ്ക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഡയറക്റ്റ് ഈ ഒരു മൈക്രോഫോൺ നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ക്യാമറ ആപ്പിൽ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ക്യാമറ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഞാനും ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഫ്രീ ആപ്ലിക്കേഷനാണ്. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു iOS യൂസർ ആണെങ്കിൽ പ്രോ മൂവി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്രോഫോണിൽ നിന്നുള്ള ഓഡിയോ റെക്കോർഡ് ആവുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ക്യാമറയുടെ സെറ്റിംഗ്സിൽ പോയി സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സിൽ പോവുക. അവിടെ നിങ്ങൾക്ക് വീഡിയോ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഓഡിയോ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ മൈക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇനി നമ്മുടെ Maono AU 100 എന്ന് പറയുന്ന ലാവലിയർ മൈക്രോഫോണിൻ്റെ പ്രൈസിനെ പറ്റി തന്നെ സംസാരിക്കാം. ഈ ഒരു മൈക്രോഫോണിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 400 to 900 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇടയ്ക്കാണ് സാധാരണ ഈ ഒരു മൈക്രോഫോണിൻ്റെ പ്രൈസ് വരാറുള്ളത്. സോ എന്തായാലും കറക്റ്റ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഒപ്പം തന്നെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ആദിത്യ GS പിള്ള സൈനിങ്.